ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് വലിയ അനുഗ്രഹത്തിൽ നമുക്ക് ഇന്നൊരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്ന് വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ചിന്ത പങ്കുവയ്ക്കുകയാണ്. ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 35-ാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ശിമിയോൻ ഈശോയെ കരങ്ങളിലെടുത്ത് വാഴ്ത്തിപ്പാടിയതിന് ശേഷം പരിശുദ്ധ അമ്മയെ നോക്കി ഇങ്ങനെ പറയുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു വാക്കാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അത് ചുമ്മാ കേട്ടൊരു വചനം പോലെ അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും. ചെറിയ ഒരു വാക്യമല്ല, അല്പം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി മൂർച്ചയേറിയ ഒരു വചനമാണ്. നമുക്കറിയാം, നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വലിയ വിഷയങ്ങളിൽ ഒന്നൊക്കെയാണത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ കടക്കാൻ പോകുന്ന ഈ വാള് അത് ഒറ്റത്തവണയല്ല, പലതവണ വ്യാകുലങ്ങളായിട്ട് വേദനകളായിട്ടൊക്കെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഈ വാള് കടക്കുന്നുണ്ട്. ഈജിപ്തിലേക്കുള്ള പലായനത്തിലും ഈശോയെ കാണാതെ പോകുമ്പോഴും ഈശോയുടെ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും എല്ലാം ഈ വാള് അതിൻ്റെ മൂർച്ച മറിയത്തിൻ്റെ ഹൃദയത്തെ നന്നായിട്ട് അറിയിപ്പിക്കുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മാസം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും പല തവണയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാള് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഇല്ലേ? നമ്മുടെ ഹൃദയത്തിലൂടെയും വാള് കടന്നിട്ടുണ്ട്. നമുക്ക് മംഗളവാർത്ത കേട്ടിട്ടില്ല, പക്ഷേ എങ്ങോട്ടെങ്കിലുമൊക്കെ പലായനം ചെയ്തു പോകേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടു പോകുന്ന വേദനകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒക്കെ ഉണ്ടാവും. മറ്റുള്ളവരുടെ ഒരു വേദനയിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ നിന്നു പോകുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. ഒത്തിരി അധികം തവണ വാളുകൾ നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ദിവസം, ഈ ഒരു പകല് പോലും നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വാളുകൾ അതിൻ്റെ മൂർച്ച നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകാം. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ഈ വാളിൻ്റെ വേദനയൊക്കെ മറന്നു കളയാൻ പറ്റുമോ എന്ന് വെച്ചാൽ എളുപ്പമല്ല. നമ്മൾ ഒറ്റപ്പെട്ടതും നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടതും നമ്മളെ ആളുകൾ മനസ്സിലാക്കാതെ പോയതും നമ്മുടെ സ്നേഹം തിരിച്ചറിയാതെ പോയതും നമ്മുടെ ആത്മാർത്ഥതയെ തെറ്റിദ്ധരിച്ചതും ഒക്കെ കുത്തിക്കയറിയ വാളുകളൊക്കെ ആയിരുന്നു. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും തെറ്റിദ്ധരിച്ചത് ഒരു വാളായിരുന്നു. നമ്മൾ സ്നേഹം പകർന്നു കൊടുത്തിട്ടും ഒരു പകുതി സ്നേഹം പോലും തിരിച്ചു തരാതിരുന്നത് ഒരു വാളായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആർക്കോ വേണ്ടി ഇല്ലെങ്കിൽ എന്തിനോ വേണ്ടിയൊക്കെ നിങ്ങൾ അധ്വാനിച്ചിട്ട് അവരത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും കൂടെ ചെയ്തു എന്നുള്ളത് ഒരു വാളായിരുന്നു. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ടാകാം. പേരൻസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം, കൂട്ടുകാർ തന്നിട്ടുണ്ടാകാം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, ഏറ്റവും ബെസ്റ്റ് അടുത്ത് നിന്നവരൊക്കെ അങ്ങനെ ഒരു വേദന തന്നിട്ട് വാളിപ്പോഴും അവർ കൈ പിടിച്ചേക്കുകയായിരിക്കാം. ചിലപ്പോൾ അടുത്ത കുത്ത് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. എല്ലാം വ്യാകുല വാളുകളാണ്. മറിയം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ കാര്യം ഇതാണ്. ഹൃദയത്തിലേക്ക് കടന്നുപോയൊരു വാള് മാത്രമല്ല, എല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എല്ലാം ഹൃദയത്തിലേക്ക് ഒതുക്കി വെച്ച് നിരാശപ്പെട്ട് നിന്നു എന്നുള്ളതല്ല, അവളുടെ വിശ്വാസം ഈ സഹനത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ശക്തിയായിരുന്നു. ഉള്ളിലുണ്ടായിരുന്ന ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു പരിശുദ്ധ അമ്മ ഇങ്ങനെ ഇതിനെല്ലാം, ഈ വാളിനെയൊക്കെ അതിജീവിച്ചത്. എളുപ്പമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഒരു പ്രസംഗത്തിൽ, ഒരു ടോക്കിൽ വാളിനെ അതിജീവിക്കുക, പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ്. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പരിശുദ്ധ അമ്മയെ മാത്രം നോക്കാനോ പറയുന്നത് ഈ രാത്രിയിൽ? അമ്മയെ നോക്കി എങ്ങനെ അമ്മ ഇതിനെ എൻഡ്യൂർ ചെയ്തു, എങ്ങനെ പിടിച്ചു നിന്ന് നോക്കുക. അവസാനം വരെ പിടിച്ചു നിന്നു, പരാതികളില്ലാതെ, കണ്ണുനീരുകളില്ലാതെ, നിരാശപ്പെട്ടു പോകാതെ. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രകാശമായിട്ട് പരിശുദ്ധ അമ്മ നിൽക്കുകയാണ്. എല്ലാ ദിവസവും വരുന്ന വാളുകൾ നമ്മൾ ചിലപ്പോൾ മറിയത്തെ നോക്കി പറയും, അമ്മ 7 വാളുകളായിരിക്കാം, വ്യാകുല വാളുകൾ അമ്മയുടെ ഹൃദയത്തെ മുറിച്ചേക്കാം. പക്ഷെ എനിക്ക് അതിലും കൂടുതൽ വേദനകൾ ഉണ്ടാവുന്നുണ്ട് ഓരോ ദിവസവും. അമ്മയ്ക്കൊരായുസിൽ മൊത്തമായിട്ടാണ് ഇത്രയും വേദന ഉണ്ടായത്. പക്ഷേ എനിക്ക് ഓരോ ദിവസവും ഇത്രയധികം വാളുകൾ എന്നെ കുത്തിക്കീറി മുറിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട മകൾ, ഈശോയുടെ കുഞ്ഞ് ഇന്ന് പരിശുദ്ധ അമ്മയോടും കൂടെ പറയണം, അമ്മ ഇതിനൊന്ന് അതിജീവിക്കാൻ ഒരു ആത്മധൈര്യം എനിക്ക് തരണമേ. അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു എൻഡ്യൂറിങ് കപ്പാസിറ്റി, പിടിച്ചു നിൽക്കാനുള്ള ശക്തി, ഒരു ആത്മധൈര്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നപ്പോൾ കിട്ടിയ ഒരു അഭിഷേകം എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വാളുകൾ വരും. പുതിയ മുറിവുകൾ ചിലപ്പോൾ വന്നേക്കാം. പുതിയ ആളുകളുടെ കയ്യിൽ നിങ്ങൾ ഈ വാളുകൾ കണ്ടേക്കാം. പുതിയ ആളുകൾ നിങ്ങളെ മുറിപ്പെടുത്തിയേക്കാം. പിടിച്ചു നിന്നേക്കണം. ആരിൽ? ഈ ഷോയിൽ. ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുമ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള ഒരു പ്രത്യാശയും ധൈര്യവും വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ വളരണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഹീബ്രൂസ് 10:35 ആണ്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം പരിശുദ്ധ അമ്മയോടൊന്ന് പറയണം. അമ്മേ, ഈശോയുടെ അടുത്ത് എനിക്ക് വേണ്ടി സംസാരിക്കണമേ. എനിക്ക് ആത്മധൈര്യം കുറഞ്ഞു പോകുന്ന സമയങ്ങളിൽ അമ്മയിലുണ്ടായിരുന്ന ആ ഒരു ചൈതന്യവും ശക്തിയും
ആ ഒരു എൻഡ്യൂറിങ് കപ്പാസിറ്റിയും ഒക്കെ കുറച്ച് എനിക്കും കൂടെ തരണമേ എന്ന് മാതാവിനോടൊന്ന് പറഞ്ഞേക്കുക. മാതാവ് ഈശോയോടൊന്ന് പറഞ്ഞോളും. നിങ്ങൾക്ക് അസാമാന്യമായൊരു ധൈര്യം ഈശോ തരും. ഇന്ന് രാത്രിയിൽ സമാധാനമായിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. കൃപയോടെ നാളെ എഴുന്നേൽക്കുക. നമ്മൾ ബന്ധക്കുസ്തായ്ക്ക് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയായി ആവസിക്കട്ടെ. കൂടുതൽ ആത്മധൈര്യം ലഭിച്ച് നിങ്ങളെ ശക്തമായി മുന്നോട്ട് നീങ്ങാൻ കർത്താവിൻ്റെ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.